ഹലോ, ഞാൻ നിൽക്കുന്നത് ടുഗു നഗാര എന്ന് പറഞ്ഞ ഇവരുടെ നാഷണൽ മോണുമെന്റിന്റെ മുന്നിലാണ്. 1966 ഇതിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞത്. നമുക്കിതിന് ചുറ്റൊന്ന് വീഡിയോ കൊണ്ടുപോയി നോക്കാം. ഞാൻ ഭവിത്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ടുങ്കു അബ്ദുൽ റഹ്മാൻ എന്ന് പറഞ്ഞ ഇവരുടെ പ്രൈം മിനിസ്റ്റർ US 1960 സന്ദർശിച്ചിരുന്നു. അന്ന് അവിടെ മറൈൻ കോർപ്സ് വാർ മെമ്മോറിയൽ കണ്ടു അദ്ദേഹം അവിടെ. അതിനോട് അതേപോലത്തെ ഒരു സാധനം ഇവിടെയും ഇവരെ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ 1963 തുടങ്ങി 66 അവസാനിച്ച 15 മീറ്റർ ഉയരമുള്ള ബ്രോൺസ് സ്റ്റാച്യു ആണ് കാണുന്നത്. 2010 വരെ ഇതായിരുന്നു ഏറ്റവും ടോളസ്റ്റ് ബ്രോൺസ് സ്റ്റാച്യു. ഏകദേശം 15 മീറ്റർ ഉയരമുണ്ട്. അതിന് 600,000 റിങ്കറ്റ് ആണ് അതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആയിട്ട് അവർ പറയുന്നത്. ഈ മെമ്മോറിയൽ പാർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് 1948 മുതൽ 60 വരെ നടന്ന മലേഷ്യൻ എമർജൻസി, ജാപ്പനീസുകാർ മലേഷ്യൻസിനെ അറ്റാക്ക് ചെയ്തു. അന്ന് മരിച്ച 11,000 പേർക്ക് വേണ്ടിയാണ് ഈ മെമ്മോറിയൽ പാർക്ക് ഇവിടെ ഉള്ളത്. ഫെലിക്സ് ഡെ വേർഡൻ എന്ന ഒരു ഓസ്ട്രിയൻ സ്കൾപ്റ്ററാണ് ഈ ഒരു വാർ മെമ്മോറിയലിന്റെ ഡിസൈനർ. അദ്ദേഹം തന്നെയാണ് മറൈൻ കോർപ്സ് വാർ മെമ്മോറിയലിന്റെ ഡിസൈനർ. ഇവിടെ നമുക്ക് ഈ സ്റ്റാച്യു നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 7 ഫിഗേഴ്സ് കാണാൻ പറ്റും. അതിൽ 5 ഇവരുടെ സോൾജിയേഴ്സ് ആണ് മുകളിലുള്ളത്. താഴത്തെ 2 ഡിഫീറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സോൾജിയേഴ്സിനെയും കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു ട്രാവൽ ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾ ഇവിടെ വന്നാൽ കുറച്ചധികം കാര്യങ്ങൾ കാണാൻ പറ്റും. കുറെ വാട്ടർ ഫൗണ്ടൻസ് ഉണ്ട്, വാട്ടർ ഉണ്ട്. ഭയങ്കര വെൽ ഡിസൈൻ ആയിട്ടുള്ള സ്പേസ് ആണിത്. എന്നാൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.